കൊച്ചിയിൽ മിന്നൽ പ്രളയം മണിക്കൂറിൽ ശരാശരി 10 സെന്റിമീറ്റർ മഴ ലഭിച്ചു. മേഘവിസ്ഫോടനം ഉണ്ടായെന്ന് സ്ഥിരീകരിച്ച് ACARR ഡയറക്ടർ. രാവിലെ 8:30 മുതൽ പെയ്ത കനത്ത മഴയിൽ കൊച്ചി നഗരം അക്ഷരാർത്ഥത്തിൽ മുങ്ങിത്താണു. കളമശ്ശേരി, ഇടപ്പള്ളി, കലൂർ, കടവന്ത്ര മേഖലകളിലെ റോഡുകളിൽ രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടായി. നഗരഹൃദയത്തിൽ ഗതാഗത സംവിധാനങ്ങൾ മണിക്കൂറുകളോളം സ്തംഭിച്ചു. വലിയൊരു പ്രശ്നം തന്നെയാണ്. നിന്നൊരു കുറച്ച് മഴ പെയ്തു കഴിഞ്ഞാൽ ഈ അവസ്ഥ ഉണ്ടാവും. ഇപ്പം പുറത്തോട്ട് വർക്കിന് പോകാനോ ഒന്നിനും പറ്റില്ല, ഓഫീസിൽ പോകാനോ ഒന്നിനും പറ്റാൻ നിൽക്കുക. കാരണം അത്രയും വെള്ളം നിൽക്കുന്നതുകൊണ്ട് മുട്ടിന് മുകളിൽ വെള്ളമുണ്ട്. അപ്പം പോകാൻ ബുദ്ധിമുട്ടാണ്. സാഹിത്യകാരി M. ലീലാവതിയുടെ വീട്ടിൽ വെള്ളം കയറി പുസ്തകങ്ങളും വീട്ടുസാധനങ്ങളും നശിച്ചു. 3 വർഷമായി ഈ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണെന്ന് ലീലാവതിയുടെ മകൻ പ്രതികരിച്ചു. രാവിലത്തെ മഴയിൽ വെള്ളം കയറിയതാണ് വീട്ടിൽ. ഇവിടെയുള്ള എല്ലാ വീട്ടിലും വെള്ളം കയറിയിട്ടുണ്ട്. ഈ പ്രദേശത്തുള്ള 100 വീടിൻ്റെ അടുത്തുണ്ടാവും. എല്ലായിടത്തിലും വെള്ളം കയറിയിട്ടുണ്ട്. കുറച്ച് പുസ്തകങ്ങൾ കേടുവന്നിട്ടുണ്ടാവും. എന്തായാലും നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 3-4 കൊല്ലമായിട്ട് വെള്ളം കയറുന്നുണ്ട്. ജില്ലയിൽ 3 വീടുകൾ ഭാഗികമായി തകർന്നു. തോപ്പുംപടിയിൽ KSRTC ബസിനു മുകളിൽ മരം വീണു. ആളപായമില്ല. രാമേശ്വരം വില്ലേജിൽ സൗദി ഭാഗത്ത് ചെറിയ ബോട്ട് മറിഞ്ഞു. ബോട്ടിനുള്ളിലുണ്ടായിരുന്ന 5 പേരെയും രക്ഷപ്പെടുത്തി. കാക്കനാട് കീലേരിമലയിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ 4 കുടുംബങ്ങളിലെ 20 പേരെ അബൂബക്കർ സ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.